ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇത് NIRFൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ 2024 റാങ്കിങ് ആണ്. ഞാൻ എന്തിനാണ് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട് പരിചയപ്പെടുത്താനാണ്. നമുക്കറിയാം ഏറ്റവും ടോപ്പിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. IIT മദ്രാസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹി, IIT ഡൽഹി, IIT ബോംബെ, IIT ഖരഗ്പൂർ. 6th റാങ്കിൽ നിൽക്കുന്നത് ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മുംബൈ, മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാൺപൂർ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT റൂർക്കി, IIT ഗുവാഹട്ടി. സോ IITസും എയിംസുകളും IISc ബാംഗ്ലൂരും ഒക്കെ ഉള്ള ആ ഒരു ലിസ്റ്റിൽ 6th റാങ്കിൽ വരുന്ന ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പറയാം. ഇനി ഓവറോൾ റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ അവിടെ IITs ഉണ്ട്. അങ്ങനെ വന്നിട്ട് അതിൽ 27th റാങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാം. റിസർച്ചിലാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 6th റാങ്കിലാണ് വരുന്നത്. യൂണിവേഴ്സിറ്റി റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ 16th ആയിട്ട് ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാം. ഈ ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബേസിൽ അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന, അതിൻ്റെ അണ്ടറിലുള്ള സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, നൈസർ. നൈസറിലേക്കുള്ള എൻട്രൻസ് എക്സാം വിളിച്ചിട്ടുണ്ട്. നെസ്റ്റ് എന്നാണ് എൻട്രൻസ് എക്സാമിന്റെ പേര്. വെൽക്കം ടു നെസ്റ്റ്. നെസ്റ്റിന്റെ nestexam.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ കിട്ടും. അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. സോ 17th ഫെബ്രുവരിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, കമ്പൽസറി ടെസ്റ്റ് ഫോർ സ്റ്റുഡൻറ് സീക്കിംഗ് അഡ്മിഷൻ ടു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, നൈസർ, ഭുവനേശ്വർ ആണ്. ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസസ്. സോ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസസ്, CEBS എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങൾ, നൈസറും അതേപോലെ തന്നെ CEBS. ഇതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ്, യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഉണ്ട്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഉണ്ട്, IIT ബോംബെ ഇതിൽ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഈ പറയുന്ന സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസും അതേപോലെ തന്നെ നൈസറും. റിസർച്ചിൽ ഹോമി ബാബ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. റിസർച്ചിൽ റിസർച്ച് റാങ്കിങ്ങിൽ 6th പൊസിഷനിലാണ് നൈസർ വരുന്നത്, അല്ലെങ്കിൽ ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. സോ അവിടേക്കുള്ള എൻട്രൻസ് എക്സാം ആണ് നെസ്റ്റ്. സോ റിസർച്ച് താല്പര്യപ്പെടുന്നവർക്ക്, പ്യുവർ സയൻസിൽ റിസർച്ച് താല്പര്യപ്പെടുന്നവർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ കഴിഞ്ഞാൽ ഈവൻ ഐസറുകൾക്കും മുകളിലാണ് ആക്ച്വലി നൈസറിന്റെ സ്ഥാനം എന്ന് മനസ്സിലാക്കുക. സോ അവിടേക്കുള്ള എൻട്രൻസ് എക്സാമിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, ടോട്ടൽ ഇന്ത്യയിൽ 140 സിറ്റീസിൽ എക്സാമുകൾ നടക്കുന്നുണ്ട്. ആ സെൻട്രൽ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കേരളത്തിൽ നിന്നുള്ള ലിസ്റ്റ് കാണാം. ലൈക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും, അതായത് ആലപ്പുഴ, എറണാകുളം, അങ്ങനെ പോയിട്ട് 14 ഡിസ്ട്രിക്റ്റിൽ, തൃശ്ശൂർ, വയനാട്, ഇൻക്ലൂഡിങ് വയനാട്. കഴിഞ്ഞ വർഷം വയനാട് സെന്റർ ഉണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം ഇൻക്ലൂഡിങ് വയനാട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഈ എക്സാമിന് സെന്ററുകളുണ്ട്. അതിന്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് നൈസർ, ഭുവനേശ്വർ. അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് 200 സീറ്റുകളാണ് അവിടെ ഉള്ളത്, ഇൻക്ലൂഡിങ് റിസർവ്ഡ് സീറ്റുകളാണ്. 5 year നൈസർ ഓഫർ a 5-year integrated MSc program in biological, chemical, mathematical and physical sciences along with major minor subject ചൂസ് ചെയ്യണം, ബയോളജി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ദ ഡിഗ്രീസ് അറ്റ് നൈസർ വിൽ ബി awarded by the ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് deemed to be university within the Department of Atomic Energy. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടുത്തെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇനി അടുത്ത സ്ഥാപനം യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസസ്, മുംബൈ. അവിടെയുള്ള സ്ഥാപനത്തിൽ 57 സീറ്റുകളാണുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ്, നമ്പർ ഓഫ് സീറ്റും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് അവൈലബിൾ ആകുന്നതാണ്. അതിലാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ബാർക്ക് എന്ന് പറയുന്നത്, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, IIT ബോംബെ ആണ് ഉദ്ദേശിക്കുന്നത്, യൂണിവേഴ്സിറ്റി മുംബൈ. ഇവിടെ നിന്നൊക്കെയുള്ള ടീച്ചേഴ്സ്, ഫാക്കൽറ്റി മെമ്പേഴ്സ് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ CEBS എന്ന് പറയുന്നത്. ഈ 2 സ്ഥാപനത്തിലേക്കും 200 സീറ്റ് നൈസറിലും 57 സീറ്റാണ് CEBSൽ പറയുന്നത്. അവിടേക്കുള്ള എൻട്രൻസ് എക്സാം ആണ് നെക്സ്റ്റ്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്
ഓൺലൈൻ ആപ്ലിക്കേഷൻ February 17 സ്റ്റാർട്ട് ചെയ്തു. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 9th May. കറക്ഷൻ വിൻഡോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ June 22 ബാക്കി റിസൾട്ട് അനൗൺസ്മെന്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സോ ഇതാണ് ഇമ്പോർട്ടന്റ് ഡേറ്റ്. സോ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് May 9, എക്സാമിനേഷൻ June 22. ഒരുവിധം എക്സാമുകളെല്ലാം എൻട്രൻസ് എക്സാമുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ എക്സാം വരുന്നത്. Now eligibility criteria 12th 2023, 24 അല്ലെങ്കിൽ 25 അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. 60% മാർക്ക് അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഗ്രേഡ് അഗ്രിഗേറ്റ് ആയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഷുഡ് സെക്യൂർ എ പൊസിഷൻ ഇൻ ദ നെസ്റ്റ്, ഈ പറയുന്ന നെസ്റ്റ് എക്സാമിന്റെ മെറിറ്റ് ലിസ്റ്റിൽ വരണം. അപ്പർ ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എക്സാമിനേഷന്റെ ഫീ ഫീമെയിൽ ആപ്ലിക്കൻസ് ആണെങ്കിൽ 700 rupees, SC ST ദിവ്യാംഗൻ കാറ്റഗറി ആണെങ്കിൽ 700 rupees, മെയിൽ അതർ ആപ്ലിക്കൻസ് ഓർ OBC ഒക്കെ ആണെങ്കിൽ 1400 rupees ആണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. Now how to apply ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് nest.exam.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കിട്ടും. മറ്റ് കാര്യങ്ങൾ പറയാനുള്ളത്, രജിസ്റ്റർ ചെയ്തതിനു ശേഷം സിലബസ്, ഇൻഫർമേഷൻ ബ്രോഷർ, പോസ്റ്റർ, അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. സിലബസിൽ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ പറഞ്ഞത് ദ റാഷണലൈസ്ഡ് ടോപ്പിക്സ് ഓഫ് സിലബി ക്യാൻ ബി ഫൗണ്ട് അറ്റ് NCERTയുടെ റാഷണലൈസ്ഡ് ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീറ്റിനും JEE മെയിനൊക്കെ സിലബസിൽ പല ഭാഗങ്ങൾ പല ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷമുള്ള സിലബസ് തന്നെയാണ്. അതായത് JEE മെയിനും നീറ്റിനും ഏത് സിലബസ് ആണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് നെക്സ്റ്റ് എക്സാമിനും ഫോളോ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Now മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. അതിൽ എസ്പെഷ്യലി എക്സാമിനേഷൻ്റെ റൂൾസ്. സോ എക്സാമിനേഷൻ്റെ റൂൾസിൽ 60 minutes മുന്നേ എത്തണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദ എക്സാമിനേഷൻ ഈസ് 3 hours and 30 minutes. 3.5 മണിക്കൂർ സമയം വരുന്ന എക്സാം ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അതിലെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിലേക്ക് വന്നാൽ the question paper will consist of 4 sections. 4 sections, multiple choice questions ആണ് ഉണ്ടാവുക. 60 marks ആണ്. സബ്ജക്ട് സ്പെസിഫിക് ആണ്. ഓരോ സെക്ഷനിലും ഒരു സബ്ജക്റ്റ് ആണ് ഉണ്ടാവുക. സോ ബയോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 4 ടോപ്പിക്കുകൾ അല്ലെങ്കിൽ 4 സബ്ജക്റ്റുകളുണ്ട്. ഈച്ച് സെക്ഷൻ വിൽ ഹാവ് 20 questions with 1 correct answer, making correct answer fetch 3 marks. So +3 -1 ആണ് മാർക്കിംഗ് സ്കീം. അതിൽ ഈ 4 സബ്ജക്റ്റിൽ നിന്നുള്ള 20 ചോദ്യങ്ങൾ വീതം വരുന്ന എക്സാമിൽ നിന്ന് ബെസ്റ്റ് 3 സ്കോർസ്, ഈ 4 എണ്ണത്തിൽ ഏതിലാണോ നിങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്ത 3 എണ്ണം അത് മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. And out of the 4 section, best 3 out of the 4 section, ലോവസ്റ്റ് സ്കോർ ഉള്ളത് ഡിസ്കാർഡ് ചെയ്യും. 180 മാർക്കിലായിരിക്കും എക്സാം ഉണ്ടാവുക. ഹിന്ദി, ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഉണ്ടാവുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ. അപ്പം ശ്രദ്ധിക്കണേ, 3.5 മണിക്കൂർ 4 സെക്ഷൻസ് 20 ചോദ്യം വീതം എന്ന് പറയുമ്പോൾ 80 ചോദ്യമാണ്. അപ്പൊ JEE മെയിൻസിന്റെ ഒരു ലെവൽ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഒരു ലെവൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം 75 ചോദ്യങ്ങളും 3 മണിക്കൂറാണ് JEE മെയിൻസിന്റെ സമയം. ഇവിടെ 80 ചോദ്യങ്ങളും 3.5 മണിക്കൂർ സമയമാണ്. അപ്പോൾ JEE മെയിൻസിന്റെ ലെവലും അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ലെവലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ് 4 സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ബെസ്റ്റ് 3 മാത്രമേ ചൂസ് ചെയ്യുകയുള്ളൂ. റിസർച്ച് ആണ് നിങ്ങൾക്ക് താല്പര്യം എങ്കിൽ IIC ബാംഗ്ലൂർ പോലെ, ഐസർ പോലെ തന്നെ അല്ലെങ്കിൽ ഐസറുകൾക്കൊക്കെ മുകളിലായിട്ടുള്ള ഒരു മികച്ച സ്ഥാപനമാണ് നൈസർ. ഫണ്ടിങ് ആണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കേണ്ട ഫീ ആണെങ്കിലും വളരെ കുറഞ്ഞ ഫീ ഉള്ളൂ. ഫീ സ്ട്രക്ചർ ഒക്കെ നമുക്ക് ആ നെക്സ്റ്റ് എക്സാം എന്നുള്ള സൈറ്റിൽ തന്നെ ഫീ സ്ട്രക്ചർ കാണാവുന്നതാണ്. അപ്പോൾ പ്യുവർ സയൻസിൽ അല്ലെങ്കിൽ റിസർച്ച് മേഖലയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നൈസർ. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക.